ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയുടെ തംബ്നെയിലും ടൈറ്റിലും നിങ്ങൾ കണ്ട പോലെ തന്നെ കഴിഞ്ഞ ആ ഒരു ശനിയാഴ്ച നടന്ന 10th ലെവൽ പ്രിലിംസിന്റെ സ്റ്റേജ് 1 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ സോൾവിങ് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് വീഡിയോയുടെ താഴെയും അതുപോലെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി സാധാരണ ഒരു 10th പ്രിലിംസ് പരീക്ഷയിൽ ചോദിക്കുന്നതിന്റെ കുറച്ചും കൂടെ മേലെയുള്ള റേഞ്ചിലുള്ള ചോദ്യങ്ങൾ ആ പരീക്ഷയിൽ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് PSC എടുത്ത് ചോദിച്ചിട്ടുള്ളത്, അപ്പം അതുപോലെയുള്ള ചോദ്യങ്ങൾ ഇനി വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 135/2025 ഇത്രയും കാറ്റഗറികളിലേക്ക് നടന്നിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അറ്റൻഡർ ഗ്രേഡ് 2, സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വിമൻ ഗ്രേഡ് 2, അതുപോലെ സ്റ്റോർ കീപ്പർ എന്നൊക്കെ പറഞ്ഞ ആ ഒരു പോസ്റ്റുകളിലേക്ക് നടന്ന പ്രിലിംസിന്റെ സ്റ്റേജ് 1 ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു സ്റ്റേജ് 2 ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പം അതിലേക്ക് പഠിക്കുന്നവർക്കും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സോൾവിങ് സെഷൻ ആയിരിക്കും ഇത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഒരു സമചതുരത്തിന്റെ ഒരു വശം 3 സെന്റിമീറ്റർ ആണ്, അതിന്റെ വികർണത്തിന്റെ നീളം എത്ര? ഇപ്പൊ ജോമെട്രി ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്. നോർമലി പ്രിലിംസിന്റെ ആ ഒരു സിലബസിൽ നിങ്ങൾക്കറിയാം ജോമെട്രി 2D 3D ഒന്നും ഇല്ല സിലബസിൽ. പക്ഷേ നമ്മൾ എന്താണ് 10th ലെവൽ മെയിൻസ് എക്സാമിന്റെ പ്രിലിംസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ 10th വരെയുള്ള SCRTയിൽ നിന്ന് നോർമലി എവിടെന്നെങ്കിലൊക്കെ ചോദ്യങ്ങൾ വരാം. അതുപോലെ 7ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഉള്ള എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഒരു സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും തുല്യമായ ഒരു ചിത്രമാണ്. സ്ക്വയർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഫിഗർ. അപ്പൊ ഇതിന്റെ ഡയഗണലാണ് വികരണം. ഈ ക്രോസ് ആയിട്ട് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ വികരണം എന്ന് പറയുന്നത്. അപ്പൊ വികരണം കാണാൻ ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. സൈഡ് A ആണെങ്കിൽ, ഈ സൈഡ് A ആണെങ്കിൽ ഇതിന്റെ വികരണം കാണാൻ നമുക്ക് A√2 എന്ന് എടുത്താൽ മതി. A√2 അത്രയേ ഉള്ളൂ. അപ്പൊ സൈഡ് 3 ആണെങ്കിൽ വികരണം എത്രയായിരിക്കും? 3√2. സൈഡ് ഇനിയിപ്പോ 10 ആണെങ്കിൽ വികരണം എത്രയായിരിക്കും? 10√2 ആയിരിക്കും. സൈഡ് 8 ആണെങ്കിൽ വികരണം 8√2 ആയിരിക്കും. അത്രയും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. സമചതുരത്തിന്റെ വശം തന്നിട്ട് അതിന്റെ വികരണം കാണാൻ പറഞ്ഞാൽ ഒരു √2 കൂട്ടി കൊടുത്താൽ മതി. ഒരു *√2 ചെയ്താൽ അതിന്റെ ഉത്തരമായി. 10 ആണെങ്കിൽ 10√2, 8 ആണ് 8√2. ഇവിടെ വശം 3 ആണ്, അതുകൊണ്ട് തന്നെ വികരണത്തിന്റെ നീളം 3√2 അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ഡയറക്റ്റ് ചോദ്യമാണ്. 3√2 ആയിരിക്കും ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, x-1 ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ മോഡുലസിന്റെ ഉള്ളിൽ x-3 ആയാൽ x എത്ര? അപ്പൊ ഇത് SCRT 9ാം ക്ലാസ്സിലുള്ള ഒരു ചോദ്യമാണ്. ടെക്സ്റ്റിൽ സെയിം ചോദ്യമുണ്ട്. അപ്പൊ എക്സസൈസിലുള്ള വേറെയും കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യും. അപ്പൊ എന്താണ് ഇവിടെ ഈ ഒരു ഇങ്ങനെ ഒരു വരട്ടാൽ ഇതിന്റെ അർത്ഥം എന്താ? അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ മോഡുലസ് എന്ന് പറയും. മലയാളത്തിൽ കേവല വില എന്നാണ് ഇതിനെ വിളിക്കുക. കേവല വില, അതായത് അതിൻ്റെ ഉള്ളിലുള്ള വില എന്തായാലും അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. പോസിറ്റീവ് ആണെങ്കിലും പോസിറ്റീവായിട്ട് എടുക്കും. ഇനിയിപ്പോൾ നെഗറ്റീവ് വിലയാണെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇപ്പോൾ -3 എന്നാണെങ്കിൽ ഈ -3ന്റെ ഉള്ളിൽ മോഡുലസിന്റെ ഉള്ളിൽ -3 എന്ന് എഴുതിയാൽ അതിനർത്ഥം 3 എന്നാണ്. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്കിവിടെ 2-3 വഴികളുണ്ട്. ഒന്ന്, ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ തിരിച്ച് എക്സിന്റെ വില ഇട്ട് കൊടുക്കാം. ഓപ്ഷനിൽ നിന്ന് എക്സിന്റെ വില ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് വില ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ 2 ഭാഗവും ഈക്വൽ ആവുന്നത് നോക്കാം. അപ്പൊ എക്സിന്റെ ആദ്യത്തെ വില 0 ആണ്. 0 ഇട്ട് കൊടുക്കുമ്പോൾ 0 - 1, ഇവിടെ 0 - 3 എന്ന് വരും. അപ്പൊ ഇത് -1 ആവും, ഇത് -3 ആവും. ഈക്വൽ ആണോ? ഈക്വൽ ആവുന്നില്ല, അപ്പൊ 0 അല്ല. ഇനി നമ്മൾ 1 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 0 ആവും, ഇവിടെ -2, അപ്പൊ 1 അല്ല. ഇനി 2 ഇട്ട് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നോക്കിക്കേ, 2 - 1 എന്ന് ഇവിടെ വരും. അപ്പുറത്ത് 2 - 3 എന്നും വരും അപ്പുറത്തെ സൈഡിൽ. അപ്പൊ ഈ 2 - 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 2 - 3 എന്ന് പറഞ്ഞാൽ -1 ആണ്. പക്ഷേ ഈ -1 മോഡുലസിന്റെ ഉള്ളിലാണ്, കേവല വിലയാണ്. -1ന്റെ കേവല വില എത്രയാണെന്ന് ചോദിച്ചാൽ 1 തന്നെയാണ്. അതായത് നെഗറ്റീവ് ആയുള്ള നമ്പർ അതിന്റെ ഉള്ളിൽ വന്നാലും അതിന്റെ വില പോസിറ്റീവായി മാറും. അപ്പൊ 2 സൈഡും 1 ആയി മാറി. 1 = 1 എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സിന്റെ വില 2 ഇട്ട് കൊടുക്കുമ്പോൾ ഈ 2 ഭാഗവും തുല്യമാവും. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് പറയാം 2 ആണ് എന്ന് നേരിട്ട് പറയാം. അപ്പൊ ഒരു വഴി ഇതാണ്. നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും, ഓപ്ഷനിൽ നിന്ന് എക്സിന്റെ വില ഇട്ട് കൊടുക്കുക, 2 ഭാഗവും തുല്യമാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഒരു വഴി. രണ്ടാമത് ഒരു വഴിയും കൂടെ ഉണ്ട്. വേറൊന്നുള്ളത് ഒരു ഷോർട്ട് കട്ട് ആണ്. അപ്പൊ ആ ഷോർട്ട് കട്ടിൽ നമ്മൾ ചെയ്യേണ്ട ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള നമ്പേഴ്സ് നോക്കുക. എന്തൊക്കെയാണ് നമ്പേഴ്സ്? ഇവിടെ എക്സിന്റെ കൂടെ ഉള്ള നമ്പർ -1 ആണ്. ഇവിടെ എക്സിന്റെ കൂടെ ഉള്ള നമ്പർ -3 ആണ്. അപ്പൊ ആ മൈനസ് സിമ്പൽ ഒഴിവാക്കിയിട്ട് ഇവരെ 2 പേരെയും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ പകുതി എടുക്കുക, മിഡ് പോയിന്റ് എടുക്കുക എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ -1 പകരം 1 എടുക്കുക,
-3ക്ക് പകരം 3 എന്ന് എടുക്കാം. 1 + 3 ഡിവൈഡഡ് ബൈ 2 4/2. ചോദ്യത്തിന്റെ ഉത്തരം 2 എന്നും കിട്ടും. അപ്പൊ എന്താണോ സിമ്പല് അതിന്റെ ഓപ്പോസിറ്റ് സിമ്പൽ എടുക്കുക. അവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് എടുക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് എടുക്കുക. എന്നിട്ട് ആ രണ്ട് വിലകളും കൂടെ കൂട്ടുക, ബൈ 2 ചെയ്താൽ ഉത്തരം കിട്ടും. ഇതാണ് ഇതിന്റെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഐഡിയ. മറ്റേ ഐഡിയ നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസിൽ നിന്ന് ഇട്ട് നോക്കിയിട്ട് രണ്ട് ഭാഗവും തുല്യമാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. തുല്യമാവുന്നതാണെങ്കിൽ അതായിരിക്കും ഉത്തരം. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. ഷോർട്ട് കട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വാല്യൂ ഇട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്യാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ ടെക്സ്റ്റ്, പഴയ ടെക്സ്റ്റിലും ഉണ്ട്. 9ാം ക്ലാസ്സിലെ ഒരു എക്സസൈസ് ആണ്. അപ്പൊ അവിടെ എക്സസൈസിൽ നമ്മൾ ഇപ്പൊ ചെയ്ത ചോദ്യം അതേപോലെ നമ്പർ പോലും മാറ്റാതെ അവിടെ ഉണ്ട്. ചൂടെയുള്ള ഓരോ സമവാക്യവും ശരിയാകുന്ന എക്സ് കണക്കാക്കുക. ഈ ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്തത്. എന്തായിരുന്നു ഷോർട്ട് കട്ട്? സിമ്പിൾ ഒഴിവാക്കി ബൈ 2 ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ആ 3 ചോദ്യത്തിലും ആ ഷോർട്ട് കട്ട് വെച്ചിട്ട്, കാരണം ഇപ്പൊ നമ്മുടെ കയ്യിൽ ഓപ്ഷൻസ് ഇല്ലത്, ടെക്സ്റ്റിൽ എക്സസൈസ് അല്ലേ. പരീക്ഷയ്ക്കാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാകും, ഓപ്ഷൻ ഇട്ടിട്ട് നോക്കാം. ഞാൻ ആ ഷോർട്ട് കട്ടിൽ ഇത് 3 എങ്ങനെ ചെയ്യുന്നു എന്നൊന്ന് പറഞ്ഞു കാണിച്ചു തരാം. അപ്പൊ നോക്കുക, അടുത്തതിൽ നോക്കുക. ഇവിടെ -3 ആണ്, ഇവിടെ -4 ആണ്. അപ്പൊ എന്തായിരുന്നു ഷോർട്ട് കട്ട്? സിമ്പൽ മാറ്റിയിട്ട് പകുതി എടുക്കാം. അപ്പൊ 3 + 4/2. 3 4 കൂട്ടി 7, 7/2 3.5 എന്നായിരിക്കും ഇവിടെ ഉള്ള എക്സിന്റെ വില. 3.5 വേണമെങ്കിൽ ഫ്രാക്ഷൻ ആക്കി എഴുതണേ, അങ്ങനെ എഴുതാം. 3.5 ആയിരിക്കും ഇതിന്റെ ഉത്തരം. അതേ ഷോർട്ട് കട്ടിൽ അടുത്തത് നോക്കിയാലോ. ഇവിടെ +2 ആണ്, ഇവിടെ -5 ആണ്. അപ്പൊ ഷോർട്ട് കട്ട് എന്താണ്? ചിഹ്നം മാറ്റിയിട്ട് കൂട്ടിയിട്ട് പകുതി എടുക്കാം. അപ്പൊ +2 എന്ന് പറയുമ്പോൾ +2 അല്ല എടുക്കേണ്ടത്, -2 എന്ന് എടുക്കാം. ഇവിടെ -5 ആണ്, അപ്പൊ +5 എന്ന് എടുക്കാം ബൈ 2. -2 5 കൂട്ടിയാൽ 3 ആയി. 3/2 ഇതിന്റെ ഉത്തരം 1.5 എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഉത്തരം കിട്ടും. എത്രയാ? 1.5. എക്സിന്റെ വില 1.5. പോസിറ്റീവ് തന്നെയാണ്, 1.5. അടുത്തതിൽ നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. കാരണം ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, ഇതിൽ എക്സ് മാത്രമേ ഉള്ളൂ. എക്സിന്റെ ഒപ്പമുള്ള നമ്പർ 0 ആണെന്ന് വിചാരിച്ചാൽ മതി. 0 ആണ്. 0ക്ക് പിന്നെ ചിഹ്നമൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. -0 ആയാലും +0 ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ അവിടെ 0 ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്? 0 + 1 -1/2. ഇതിനെ നമ്മൾ +1 എന്താക്കണം? മൈനസ് ആക്കണം. അപ്പൊ എന്തായി? 0 - 1/2. അപ്പൊ -1/2 എന്നാണ് ഇവിടുത്തെ ഉത്തരം. ഇതിന്റെ ഉത്തരം -1/2 അല്ലെങ്കിൽ -0.05 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ ഇക്വേഷന്റെ 2 പാർട്ട് വെച്ചിട്ട് അതിൽ നിന്ന് എക്സിന്റെ വില സോൾവ് ചെയ്യാൻ പറഞ്ഞാലുള്ള ഷോർട്ട് കട്ട്, അവിടെ ഉള്ള നമ്പേഴ്സിന്റെ ചിഹ്നം മാറ്റിയിട്ട് കൂട്ടി പകുതി എടുക്കാം. ഇവിടെ -1ഉം -3ഉം ആണെങ്കിൽ 1 + 3/2. ഇവിടെ 3 + 4/2. ഇവിടെ കാണാൻ -2 + 5/2. ഇവിടെ ഒന്നുമില്ല, അപ്പൊ 0 ആണ്. 0 ഇവിടെ -1, 0 -1/2 -1/2. സെറ്റ് ആണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് ഈ ചോദ്യം വരെയാണ്. ചിലപ്പോൾ ഈ എക്സസൈസിൽ വേറൊരു നമ്പർ എടുത്തിട്ട് ചോദിക്കാം. അതുകൊണ്ട് ഇത് പ്രതീക്ഷിക്കുക. ഇതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ബാക്കി 3 എണ്ണവും നമ്മൾ ആ ട്രിക്ക് വെച്ചിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന് പറയുന്നത് കേവല വില എന്നാണ്. അബ്സല്യൂട്ട് വാല്യൂ എന്നൊക്കെ പറയും, അതുപോലെ മോഡുലസ് വാല്യൂ എന്നൊക്കെ പറയാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ. 2 3 5 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത്? ഇത് കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ്. ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ 2 3 5 എന്ന് കണ്ട ഉറപ്പിച്ചോ അത് പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകളാണ്. കാരണം 2 3 5 വരണമെങ്കിൽ 2 കഴിഞ്ഞാൽ അടുത്ത അഭാജ്യമാണ് 3, അടുത്ത അഭാജ്യമാണ് 5, പിന്നെ അടുത്ത അഭാജ്യമാണ് ഓപ്ഷൻ വരിക. ഉത്തരം 7 എന്നാണ് പ്രൊവിഷണൽ കീ വന്നത്. പിന്നെ ഇവിടെ ചിലർ ചിന്തിക്കുന്ന ഒരു കാര്യം, ശ്രേണിയല്ലേ, ശ്രേണിയിൽ അഭാജ്യ സംഖ്യ വരുമോ? വരും. ശ്രേണിയുടെ 5 ടൈപ്പിൽ പെട്ട ഒരു ടൈപ്പാണ് പ്രൈം നമ്പേഴ്സിന്റെ സീരീസ്. അതിലൊരു ടൈപ്പാണ് അഭാജ്യ സംഖ്യകളുടെ സീരീസ്. അപ്പൊ അങ്ങനെ വരാം. ഇനിയിപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ചിലർ 8 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം എന്താണ്? +1 +2 +3 അങ്ങനെ കൂട്ടി പോകുമ്പോൾ 8 കിട്ടും എന്നൊക്കെ പറയാം. പക്ഷെ 8 ഒരിക്കലും ഉത്തരാന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. 8 ഉത്തരാണ്, 7 ഉത്തരാണ്. ഫസ്റ്റ് പോസിബിലിറ്റി 7 തന്നെ വരുള്ളൂ. കാരണം 2 3 5 എന്ന് കണ്ടാൽ പിന്നെ പ്രൈമാണ്, വേറെ ഒന്നുമില്ല ഇതിൽ ആലോചിക്കാൻ. 2 3 5 പ്രൈമാണ്. അടുത്ത പ്രൈം 7, അടുത്തത് 11. അങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ എന്തായാലും പ്രൊവിഷണൽ 7 തന്നെ ആയിരുന്നു വരേണ്ടിയിരുന്നത്, അത് വന്നു. ഇനിയിപ്പോൾ 8 എഴുതിയവർക്ക് ചിലപ്പോൾ ചാലഞ്ച് ചെയ്താൽ ഡിലീറ്റ് ആയി പോകാനുള്ള ചെറിയൊരു സാധ്യത ആ ക്വസ്റ്റ്യനിൽ ബാക്കി എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. 7 ആണ് ഉത്തരം. 4ാമത്തെ ചോദ്യം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ്. ഇപ്പൊ ചതുരം റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിന്റെ ചുറ്റളവ് എങ്ങനെയാണ്? 2 × L + B. 2 × L + B 80 ആണ്. പിന്നെ തന്നു പരപ്പളവ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ L × B 384 ആണ്. ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. പക്ഷെ ഇവിടെ ചോദിച്ചത് എന്താണ്? വശങ്ങളുടെ തുക എത്ര എന്നാണ്. ഇവിടെയും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, എല്ലാ വശങ്ങളുടെയും തുക എന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റളവ് തന്നെ ആയിരിക്കും.
പക്ഷെ എല്ലാ വശങ്ങളുടെ തുക എന്നില്ല, എന്തേ ഉള്ളൂ, വശങ്ങളുടെ തുക എന്നേ ഉള്ളൂ. അപ്പോൾ വശങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ L+B കണ്ടാൽ മതി. എല്ലാ വശങ്ങളുടെയും തുകയാണ് ചുറ്റളവ്. 2L+2B ആണ് ചുറ്റളവ്. ഇവിടെ ജസ്റ്റ് വശങ്ങളുടെ തുക എന്ന് പറഞ്ഞതുകൊണ്ട് ഈ 2L+Bയിൽ നിന്നും ജസ്റ്റ് L+B എടുത്താൽ നമ്മുടെ ഉത്തരമായി. L+B എന്ന് പറയുന്നത് 80ന്റെ പകുതിയായിരിക്കും. 80/2 40 ഓപ്ഷനിലുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 80 എന്ന് വരും. പിന്നെ മറ്റേ പരപ്പളവ് അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. ചുറ്റളവ് വന്നിട്ട് വശങ്ങളുടെ തുക ചോദിച്ചാൽ നേരെ പകുതി എടുത്താൽ മതി, പരപ്പളവിനെ യൂസ് ചെയ്യണം എന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാല്യൂ ഗസ് ചെയ്തിട്ടൊക്കെ വേണേൽ നോക്കിയിട്ട് ചെയ്യാം, അപ്പോഴും ഇതിലേക്ക് തന്നെ എത്തുള്ളൂ. റൈറ്റ് ആൻസർ 40 ഓപ്ഷൻ എ എന്ന് വരും. അടുത്ത ചോദ്യം ചതുർഭുജം. അപ്പം ഇതെന്താണ്? ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റിലൊക്കെ ഉള്ള ഒരു പോർഷനാണ്. ചിത്രങ്ങളുടെ പേരുകൾ പഠിക്കുന്നത് 7ലും 8ലും ഒക്കെ ഉണ്ട്. അപ്പം അതിൽ പെട്ടൊരു ഭാഗമാണ് ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളുള്ള ഒരു ചിത്രത്തിനെയാണ് ചതുർഭുജം. ഇംഗ്ലീഷിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന സാധനം. അപ്പം ഇതിന് 4 സൈഡ് ഉണ്ട്. ഷഡ്ഭുജം എന്ന് പറയുമ്പോൾ 6 സൈഡ് ഉണ്ട്. അപ്പം ചതുർഭുജത്തിന് ഇപ്പുറത്ത് 1 ആണ്. അപ്പം 4ൽ നിന്ന് 3 കുറച്ചു, 4 സൈഡിൽ നിന്ന് 3 കുറച്ചു 1 എന്ന് കിട്ടി. അപ്പം അതേപോലെ ഷഡ്ഭുജത്തിൻ്റെ 6 സൈഡാണ്. അപ്പം അതിൽ നിന്നും 3 കുറച്ചു, അപ്പോൾ ഇവിടെ 3 എന്ന് കിട്ടും. 3 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഇനി വേറൊരു രീതിയിലും ഈ ചോദ്യം ആലോചിക്കാം. ഇവിടെ 4, ഇവിടെ 1, ഇവിടെ 6, ഇവിടെ എത്രയാണെന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. 4 ഉള്ളത് 6 ആയി, അവിടെ 4 ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ അത് 6 ആയി, 2 കൂടി. അപ്പം അതേ പൊസിഷനിലുള്ള നമ്പേഴ്സ് 1 2 കൂട്ടി 3. അപ്പം എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ ഉത്തരം 3ലേക്ക് തന്നെ എത്തും. അപ്പം ഇതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. റൈറ്റ് ആൻസർ വരിക 3 ആയിരിക്കും. ഓപ്ഷൻ ബി 3. അപ്പം ഇങ്ങനെ ഓരോ ചിത്രത്തിൻ്റെയും വശങ്ങളുടെ ആ ഒരു പേര് 10 വരെയുള്ള ചിത്രങ്ങളുടെ പേരുകൾ പഠിച്ചിരുന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയൊരു ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. അപ്പം അതിൽ നോക്കുന്നതായിരിക്കും. അപ്പം ഇതിൽ നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ചെണ്ണം കാണാം. ത്രികോണം ട്രയാങ്കിള് 3 സൈഡാണ്, ചതുർഭുജം 4 സൈഡാണ്, പഞ്ചഭുജം 5 സൈഡാണ്, ഷഡ്ഭുജത്തിൽ 6 സൈഡാണ്. സൈഡുകളുടെ എണ്ണം പഠിക്കുക, ആ ഒരു ലോജിക്കിൽ ചെയ്യേണ്ട ചോദ്യമായിരുന്നു 5ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി 3 ആയിരിക്കും ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. ഇതും SCRT ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/8 + 1/16 ദശാംശ രൂപം എന്ത്? വീണ്ടും SCRT ആണ്. ദശാംശ രീതികൾ എന്ന് പറഞ്ഞ പാഠമുണ്ട്, 8ാം ക്ലാസ്സിലും ഉണ്ട്, 9ാം ക്ലാസ്സിലും ഉണ്ട്. അതിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ദശാംശ രീതികളിൽ പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. 1/8, 1/16, 1/4, 1/2 മാറ്റുന്ന രൂപം. അപ്പോൾ ഡിനോമിനേറ്ററിൽ 8 വന്നാൽ നമ്മൾ അവിടെ പഠിക്കുന്നത് 125 കൊണ്ട് ഗുണിക്കണം എന്നാണ്. മേലെയും താഴെയും 125 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ മേലെ 125 ആവും, താഴെ 1000 എന്നാവും. അപ്പോൾ ഇതിനെ ഇനി കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് ഇത് ഗുണിക്കുന്നത്. വേണമെങ്കിൽ 1 എടുത്ത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം അതിലും എളുപ്പത്തിൽ ചെയ്യാനുള്ള ദശാംശ രീതി എന്ന് പറഞ്ഞാൽ 8 കണ്ടാൽ 125. അപ്പോൾ 0.125 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. അതേപോലെ 1/16 ഗുണിക്കേണ്ട നമ്പർ, അതായത് ഇവിടുത്തെ ലോജിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. താഴെ 2 ആണെങ്കിൽ നമ്മൾ 5 കൊണ്ട് ഗുണിക്കും. താഴെ 4 ആണെങ്കിൽ നമ്മൾ 25 കൊണ്ടാണ് ഗുണിക്കുന്നത്. താഴെ 8 ആണെങ്കിൽ 125. അപ്പം ഇങ്ങനെ ഇവിടെ 2ൻ്റെ ഒരു പവർ കൂടുമ്പോൾ 5ൻ്റെ ഒരു പവർ കൂടി. 2 ഉള്ളത് 5 ആയി, 2 സ്ക്വയർ ആയപ്പോൾ 5 സ്ക്വയർ ആയി. ഇപ്പം 2 ക്യൂബ് ആയപ്പം 5 ക്യൂബായി. അപ്പം ഇനി 16 ആകുമ്പോൾ എത്രയാണ് വരിക? 5ൻ്റെ അടുത്ത പവർ 625 എന്ന് വരും. അപ്പം മേലെയും താഴെയും 625 കൊണ്ട് ഗുണിക്കുക. അപ്പം താഴെ നിങ്ങൾ ഗുണിക്കേണ്ട ആവശ്യമില്ല, കാരണം ആദ്യത്തേതിൽ 10, പിന്നത്തേൽ 100, പിന്നെ 1000, ഇനി 10000 ആണ് താഴെ വരിക. ഇതിൽ 10000 താഴെ വരും. 10000/625. അപ്പം ഇതിനെ ഡെസിമലാക്കുമ്പോൾ 0.0625. അപ്പം ഈ 2 ദശാംശങ്ങളൂടെ തമ്മിൽ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഏതാ കിട്ടുക? 0.1875 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പം ഇത് ഒരിക്കലും നേരിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ചോദ്യമല്ല. ഛേദം നോക്കുക, ഡിനോമിനേറ്റർ നോക്കുക. 8 ആണെങ്കിൽ 125, 16 ആണെങ്കിൽ 625, 4 ആണെങ്കിൽ 25, 5 ആണെങ്കിൽ 2 ആണെങ്കിൽ 5. ആ രീതിയിൽ ഗുണിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നത്, വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഗുണിച്ചാലും മതി. ഇപ്പോൾ ഈ 1/8ഉം 1/16ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും 2 + 1/16. അപ്പോൾ 3/16 ആവും.
അപ്പം ഇവിടുന്ന് ഗുണിച്ചാലും കുഴപ്പമൊന്നുമില്ല. 3/16 ഇൻറ്റു 625 ഇൻറ്റു 625. അപ്പം മേലെ 1875 ആവും, താഴെ 10,000 എന്ന് വരും. അപ്പം ഇങ്ങനെ മാറ്റുമ്പോൾ 0.1875 ഓപ്ഷൻ സി എന്ന് വരും. ഇതിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പം നോക്കുക, ഇതാണ് നമ്മൾ ഗുണിക്കുന്നത്. 2 ആണെങ്കിൽ 5, 4 ആണെങ്കിൽ 25, 8 ആണെങ്കിൽ 125, 16 ആണെങ്കിൽ 625. ഇത് നേരെ തിരിച്ചും ചോദ്യം വന്നാൽ അതേപോലെ തന്നെ താഴെ 5 ആണെങ്കിൽ ഇൻറ്റു 2, താഴെ 25 ആണെങ്കിൽ ഇൻറ്റു 4, അങ്ങനെയും ചോദ്യം വരാം. അങ്ങനെയും വന്നിട്ടുണ്ട്. നേരെ തിരിച്ച് 5 ആണെങ്കിൽ 2, 2 ആണെങ്കിൽ 5, 25 ആണെങ്കിൽ 4, 4 ആണെങ്കിൽ 25. മേലെയും താഴെയും ഗുണിക്കണേ, ഒരേപോലെ മേലെയും താഴെയും ഗുണിച്ചിട്ട് നമ്പർ മാറ്റിയാൽ ഡെസിമൽ ആക്കാൻ എളുപ്പമാണ്. എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഉത്തരം കണ്ടെത്തുക. റൈറ്റ് ആൻസർ 3/16 എന്ന് വരും. ആ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. അല്ലാത്തവർക്ക് അത് ഡിവൈഡ് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് തോന്നും. അതിനേക്കാളും നല്ലത് ഇത് തന്നെ ആയിരിക്കും, മര്യാദക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. അടുത്ത ചോദ്യം, x-2 ഒരു ബഹുപദത്തിന്റെ ഘടകമാണ് എങ്കിൽ P(2). അപ്പം ഇതും SCRT 9ാം ക്ലാസ്സിലെ ഒരു പാഠമാണ്. ബഹുപദങ്ങൾ എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സംഭവം x-a ആണ്. x-a ഒരു പോളിനോമിയലാണ് ബഹുപദം. x-a ഒരു ബഹുപദത്തിന്റെ ഘടകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് നിശ്ചയമായും പറയാവുന്ന ഒരു കാര്യം P(a) 0 ആയിരിക്കും. ഇത് ഒരു ബഹുപദത്തിന്റെ ഘടകമാണെങ്കിൽ ഇതെന്തായാലും 0 ആയിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. x-2 ഒരു ബഹുപദത്തിന്റെ ഘടകമാണെങ്കിൽ P(2) എന്ന് പറഞ്ഞാൽ അതിലുള്ള എക്സിനെല്ലാം 2 വില ഇട്ട് കൊടുക്കുമ്പോൾ ഉത്തരം എന്തായാലും 0 തന്നെ വരുള്ളൂ. ഇതിന്റെ ഘടകമാണെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും. അപ്പം ഇവിടെ എന്താണോ വില അതിൻ്റെ പോസിറ്റീവ് എടുക്കാം. -a ആണെങ്കിൽ എയുടെ വില എന്തായാലും 0 ആയിരിക്കും. അത് അങ്ങനെ തന്നെ പഠിക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. x-a ഒരു ബഹുപദത്തിന്റെ ഘടകമാണെങ്കിൽ P(a) 0 ആയിരിക്കും. നേരെ തിരിച്ചും പറയാം, P(a) 0 ആണെങ്കിൽ x-a ഒരു ബഹുപദത്തിന്റെ ഘടകമായിരിക്കും എന്നും പറയാം. ഇപ്പം x-3 ആണ് ഘടകമെങ്കിൽ നമുക്ക് പറയാം P(3) 0 ആയിരിക്കും. x-4 ആണ് ഘടകമെങ്കിൽ നമുക്ക് പറയാം P(4) 0 ആയിരിക്കും. അത് ബഹുപദത്തിന്റെ ഒരു നിബന്ധന, പ്രത്യേകതകളാണ്, പ്രോപ്പർട്ടിയാണ്. 8ാമത്തെ ചോദ്യം, 5 പദങ്ങളുടെ തുക 145 ആയാൽ 3ാം പദം എത്ര? ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റം വേണമായിരുന്നു. തുടർച്ചയായ 5 പദങ്ങളുടെ തുക എന്ന് വേണമായിരുന്നു. ഏതെങ്കിലും 5 പദങ്ങളുടെ തുക 145 ആയിട്ട് കാര്യമില്ല. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യനിൽ, ചിലപ്പോൾ ഡിലീറ്റ് ആവും. ഇനി ഈ പറഞ്ഞൊരു സംഭവം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നത് 5 പദം ഉണ്ടെങ്കിൽ ഇപ്പം A, B, C, D, E 5 തുടർച്ചയായ പദങ്ങളാണെന്ന് വിചാരിക്കാം. അപ്പം നടുവിലുള്ളതായിരിക്കും അതിൻ്റെ ആവറേജ്. ആ ഒരു ലോജിക്കാണ് ഈ ക്വസ്റ്റ്യനിൽ വരേണ്ടത്. അതിനിവിടെ തുടർച്ചയായ പദങ്ങൾ എന്ന് വേണമായിരുന്നു. എന്തായാലും നമുക്ക് ആ ആവറേജ് കണ്ടെത്താം. ഇപ്പം ഇവിടെ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരി 145 ഹരിക്കണം 5 29 എന്ന് വരും. അപ്പം നടുവിലുള്ള പദം 3ാമത്തെ പദം 29 ആവാനേ ചാൻസ് ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. സോ ഒരു ഡിലീഷൻ പ്രോബബിലിറ്റി ഉണ്ട് ആ ചോദ്യത്തിൽ. എന്തായാലും 29 എഴുതി ഉണ്ടാവും മിക്കവാറും എല്ലാവരും. അപ്പം ചാലഞ്ച് ചെയ്യാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ ചാലഞ്ച് ചെയ്ത് ഡിലീറ്റ് ആയാലേ ഉള്ളൂ. സോ റൈറ്റ് ആൻസർ 29 എന്നാണ് കിട്ടേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ഇതൊക്കെ സിലബസിലുള്ള ചോദ്യം തന്നെയാണ്. പൂർണ്ണവർഗം ആണെങ്കിൽ ആ നമ്പറിന്റെ പവർ, മേലെയുള്ള പവർ ഒരു ഇരട്ടസംഖ്യ ആയിരിക്കും. ഈവൺ നമ്പറേ വരുള്ളൂ പവർ. അപ്പൊ 5ന്റെ റൂട്ട് എടുക്കാൻ പറ്റൂല, 7ന്റെ റൂട്ടില്ല, 6-നുണ്ട്, 3-നില്ല. ഉത്തരം 6, 5/6. അപ്പൊ അതായത് 5x ഒരു പൂർണ്ണവർഗം ആവണമെങ്കിൽ x എന്താവണം? x ഒരു ഇരട്ട സംഖ്യ ആവണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ അത് പൂർണ്ണവർഗം അല്ല. മേലെയുള്ള പവർ ഇരട്ടയാണെങ്കിൽ മാത്രമേ അതിന് റൂട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള പോയിന്റാണ് അവിടെ പറയുന്നത്. 5⁻6 ആണ് ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ചോദ്യം ചിത്രങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെന്റൽ എബിലിറ്റി ആയിരുന്നു. അപ്പൊ ആദ്യത്തെ ചിത്രത്തില് ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ, ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ ഒരു ത്രികോണം. രണ്ടാമത്തെ ചിത്രത്തില് വൃത്തത്തിന്റെ ഉള്ളിൽ ഒരു സമചതുരം. അടുത്തത് നേരെ തിരിഞ്ഞു, ത്രികോണത്തിന്റെ ഉള്ളിൽ എന്തായി? വൃത്തമായി. ഈ ചിത്രത്തിന്റെ നേരെ എതിർ ചിത്രമാണിത്. ഇതില് വൃത്തത്തിന്റെ ഉള്ളിൽ ത്രികോണം, മറ്റേത് ത്രികോണത്തിന്റെ ഉള്ളിൽ വൃത്തം. അപ്പൊ ഈ ചിത്രത്തിന്റെ നേരെ എതിർ ചിത്രമാണ് ഇവിടെ വരേണ്ടത്. അതായത് അവിടെ വൃത്തത്തിന്റെ ഉള്ളിൽ സമചതുരമാണ്. അപ്പൊ ഇനി അടുത്തത് എഴുതുമ്പോൾ സമചതുരത്തിനുള്ളിൽ വൃത്തം വരണം.
അപ്പോൾ സമചതുരത്തിനുള്ളിൽ വൃത്തം വരച്ച ചിത്രം ഇതാണ്. ഓപ്ഷൻ എ ആയിരിക്കും ഉത്തരം. 1ന്റെ ഓപ്പോസിറ്റ് ആണ് 3, അപ്പോൾ 2ന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും 4 എന്നുള്ള ലോജിക്കിൽ എടുക്കാം. ഓപ്ഷൻ എ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരും. ഓപ്ഷൻ എ. അടുത്തത്, ഒരു മട്ടത്രികോണത്തിന്റെ 2 കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾ എത്ര? അപ്പോൾ മട്ടത്രികോണം എന്ന് പറയുമ്പോൾ തന്നെ 1 90 അപ്പോൾ 90 പ്ലസ് അടുത്തത് എക്സ് ആണെന്ന് വിചാരിക്കുക, വീണ്ടും ഒരു എക്സ്, രണ്ട് ഈക്വൽ ആണ്, 180 എന്ന് കിട്ടും. അപ്പോൾ 2x 90 എന്ന് വരും. ഒരു 90 പോയാൽ പിന്നെ ബാക്കി രണ്ടും കൂടെ 90 ഉണ്ടാവുള്ളൂ. ആകെ 180 ആണ് ഒരു ത്രികോണത്തിലെ കോണുകൾ. അപ്പോൾ എക്സിന്റെ വില 90ന്റെ പകുതി ആയിരിക്കും. 90/2, എക്സിന്റെ വില 45 ഡിഗ്രി. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. അപ്പോൾ ഒരു 90 അടുത്ത രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത രണ്ടും 45 ആയിരിക്കും, വേറെ വഴിയൊന്നുമില്ല. ഓപ്ഷൻ ഡി 45 ഡിഗ്രി എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3/8 ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 8/3 കിട്ടി എങ്കിൽ സംഖ്യ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? അപ്പൊ ഹരിച്ച സംഖ്യ എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 3/8 ഹരിക്കണം എക്സ്. അപ്പം ഇതിനെ ഒരു നമ്പർ കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? തിരിച്ചിട്ടിട്ട് ഗുണിക്കും. അപ്പം എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1/x കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. 1/x താഴെ വരും. എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1/x കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ എക്സിന് ആദ്യം നേരെ താഴെ എഴുതിയാൽ മതി. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ചെയ്തപ്പോൾ നമുക്ക് 8/3 കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ നമ്പർ, ഹരിച്ച നമ്പറാണ് വേണ്ടത്. അപ്പം അതിനെന്ത് ചെയ്യുക? അതിനെ മാത്രം അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. എക്സാ നമുക്ക് വേണ്ടത്. അപ്പം എക്സിനെ മാത്രം അപ്പുറത്തേക്ക് കൊണ്ടുപോയി ബാക്കി എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാം. ബാക്കി എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 3/8 ഇൻറ്റു ആ 8, മേലെയുള്ള 8 താഴെ എത്തും, ഇൻറ്റു 8. ഈ താഴെയുള്ള 3 മേലെ എത്തും. ഇതാണ് എക്സിൻ്റെ വില. ഇത് അങ്ങോട്ട് പോവും. അവിടെയുള്ള എല്ലാവരും ഇങ്ങോട്ട് വരും. മേലെയുള്ളതൊക്കെ താഴെ, താഴെയുള്ളതൊക്കെ മേലോട്ട് പോവും. അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ എങ്ങനെ വരും? എക്സ് = 3 × 3/8/8 9/64 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഇട്ട് നോക്കിയിട്ട് ചെയ്ത് നോക്കുകയും ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല ഇവിടെ. ആ എക്സ് സോൾവ് ചെയ്തെടുത്താൽ മതി. ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു നമ്പർ നമ്മൾ സോൾവ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി അവിടെയുള്ള 2 നമ്പറും ഇപ്പുറത്തേക്ക് വന്നു. 8 താഴെയും മേലെ 3 എത്തും. 9/64 ആയിരിക്കും ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3/3, 5/5, 7/7 ഇവയെ ഓരോന്നിനെയും 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ഇപ്പം 2 കൊണ്ട് ഹരിച്ചാലുള്ള പോസിബിലിറ്റി ആകെ ഒരു 2 പോസിബിലിറ്റി ഉള്ളൂ. ഇരട്ട സംഖ്യ ആണെങ്കിൽ ശിഷ്ടം 0 ആയിരിക്കും. ഒറ്റ സംഖ്യ 2 കൊണ്ട് ഹരിച്ചാൽ, ഇപ്പോൾ നമ്മൾ 9 എടുത്തു, 2 കൊണ്ട് ഹരിച്ചു എന്ന് വിചാരിക്കാം. 9 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? ശിഷ്ടം 1 ആണ്. ഇപ്പം ഇരട്ട സംഖ്യ ആണെങ്കിൽ ശിഷ്ടം 0, ഒറ്റ സംഖ്യ ആണെങ്കിൽ ശിഷ്ടം 1 ആയിരിക്കും. വേറെ ശിഷ്ടമൊന്നും വരില്ല. അപ്പം ആദ്യം തന്നെ ഈ ഓപ്ഷൻ ഒഴിവാക്കാം, ഈ ഓപ്ഷൻ ഒഴിവാക്കാം. വേറെ ഓപ്ഷനൊന്നുമില്ല, തന്നെ ഉള്ളൂ. 0 ഇല്ല ഓപ്ഷനിൽ. അപ്പോൾ 1 തന്നെ വരുള്ളൂ, ഉറപ്പാണ്. കാരണം 2 കൊണ്ട് ഹരിച്ചാൽ വരാവുന്ന ശിഷ്ടം ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1, വേറെ ഒന്നും വരില്ല. അപ്പോൾ 0 ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് ഉത്തരം എന്തായാലും 1 ആയിരിക്കും. വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ ഒറ്റ സംഖ്യകളാണ്. 3/3 27 ആണ്. 5/5 എന്തായാലും ഒറ്റ സംഖ്യ വരുള്ളൂ. 7/7 ഒരു ഒറ്റ സംഖ്യ വരുള്ളൂ, ഉറപ്പാണ്. എത്ര വലിയ നമ്പർ ആയാലും അത് ഒരൊറ്റ സംഖ്യയാണ്. അപ്പോൾ ഒറ്റ സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായാലും 1 ആണ് ഉത്തരം. ശിഷ്ടം ഉത്തരമല്ല, ശിഷ്ടം 1 ആണ്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 1 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 9 ഇന്നിങ്സുകളിലായി ശരാശരി 36 റൺസ് എടുത്തിട്ടുണ്ട്. അടുത്ത 2 ഇന്നിങ്സിൽ ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി 40 ആവും? അപ്പോൾ 9 ഇന്നിങ്സ്, 9 മാച്ച്, ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ അത്രയും മാച്ച് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ 9 ഇന്നിങ്സിൻ്റെ തുക കാണാം. 9 × 36 324. 9ൻ്റെ തുക, 9 ഇന്നിങ്സിൻ്റെ തുക. അടുത്തത് 2 ഇന്നിങ്സും കൂടെ വന്നു. അപ്പോൾ 11 ഇന്നിങ്സിൻ്റെ തുക എത്രയാണെന്ന് നോക്കാം. 9 ഇന്നിങ്സിൻ്റെ തുക അവിടെ കിട്ടി. 11 ഇന്നിങ്സിൻ്റെ തുക 11 × 40, ആവറേജ് 40 ആയിട്ടുണ്ട്. അപ്പോൾ 440. ഇവർ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ആ 2 ഇന്നിങ്സിൽ എടുത്തത്. 9 തുക 324, 11 തുക 440 ആണെങ്കിൽ നമ്മുടെ ഉത്തരം 440 - 324 116, ഓപ്ഷൻ എ എന്ന് കിട്ടും. 116 ആയിരിക്കും ആ 2 ഇന്നിങ്സിലും കൂടെ എടുത്ത റൺസ്. ഇത് ഒരു ഇന്നിങ്സ് ആണ്, ഷോർട്ട് കട്ട് ചെയ്യാം, 2ലും ചെയ്യാം. പക്ഷെ ഞാൻ ആ ഡയറക്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് തുക എടുത്തിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. 9 നേരം 36, 11 നേരം 40, ഇവിടെ 2, ഇവിടെ 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം.
കുറച്ചും കൂടെ സിമ്പിളായി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, അതിൻ്റെ ഡയറക്റ്റ് തുകയുടെ മെത്തേഡിലേക്ക് തന്നെ പോയി എന്നേ ഉള്ളൂ. 116 ഓപ്ഷൻ എ ആണ് ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തത് 4 പവർ എക്സ് 1024 ആണ്. 4 പവർ എക്സ് മൈനസ് 1 എത്ര? അപ്പോൾ ഇത് SCERT 7ാം ക്ലാസ്സിലെ ആവർത്തന ഗുണനം എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. 7ാം ക്ലാസ്സിലെ ആവർത്തന ഗുണനം എക്സ്പോണന്റ് സിലബസിലില്ല, പക്ഷെ SCERT ടെക്സ്റ്റിലുണ്ട്. അപ്പം ഇവിടെ 4ന്റെ എത്രാമത്തെയോ പവറാണ് 1024. ആ പവറിൽ നിന്ന് ഒരു പവർ കുറഞ്ഞു. അപ്പം ഏത് പവറാണ് കുറയുന്നത്? 4ന്റെ പവറാണ് കുറയുന്നത്. കാരണം 4ആണ് നമ്മുടെ ബേസ്, അടിസ്ഥാനം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാവും. 4 പവർ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 4 പവർ എക്സിൽ നിന്നും ഒരു 4 ഡിവൈഡ് ചെയ്യാം. കാരണം ഡിവിഷന് പകരമാണ് നമ്മൾ പവർ കുറക്കുന്നത്. എക്സ്പോണൻറ്റിൻ്റെ കേസിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പവർ കുറക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഉത്തരത്തിൽ നിന്ന് ഒരു പവർ കുറച്ചു എന്ന് പറഞ്ഞാൽ 1024 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 10ൽ 4 2, 256 എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തും. വേറെ പിന്നെ ചെയ്യാവുന്നത് എക്സ് എത്രയെന്ന് കണ്ടെത്താം. 4നെ ഗുണിച്ച് നോക്കാം. 4 ക്യൂബ് നിങ്ങൾക്ക് അറിയാം 64 ആണ്. അപ്പം 4 പവർ 4 അടുത്ത് ഗുണിച്ചാൽ 286. വീണ്ടും ഗുണിച്ചു 1024 ആവും. അപ്പം എക്സിൻ്റെ വില 5 ആണ്. എക്സ് മൈനസ് 1 4 ആയിരിക്കും. അങ്ങനെ വേണം, അങ്ങനെയും കാണാം. പക്ഷേ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം. എക്സ് പ്ലസ് 1 എന്നാണെങ്കിൽ ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ടെക്സ്റ്റിൽ എക്സസൈസിൽ ഉണ്ട്. അങ്ങനത്തെ 2 ചോദ്യം നോക്കിക്കേ. ഇത് രണ്ടും ടെക്സ്റ്റിലുള്ളതാണ്. SCERT 7ാം ക്ലാസ്സിലുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ ഒരു +1 ആണ്. ഇവിടുത്തെ ബേസ് നോക്കുക. നേരത്തെ 4 കൊണ്ട് ഗുണിക്കാൻ കാരണം അവിടുത്തെ താഴെ നമ്പർ 4 ആയതുകൊണ്ടാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഗുണിക്കുക? 2 കൊണ്ടാണ് ഗുണിക്കുക. ഇപ്പോൾ 2 പവർ എക്സ് പ്ലസ് 1 എന്താണെന്ന് ചോദിച്ചാൽ 128 ഇൻറ്റു 2 പ്ലസ് ആയതുകൊണ്ട് ഇൻറ്റു 256 എന്ന് വരും. അടുത്ത ചോദ്യം ചോദിക്കേ. 3 പവർ എക്സ് 729 ആണ്. എക്സ് മൈനസ് 1 എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒന്ന് കുറക്കാനാണ്. ഇപ്പം ചെയ്ത പോലെ തന്നെ 729/3 ഡിവൈഡ് ചെയ്യുമ്പോൾ 243 എന്ന് വരും. ഇതിൻ്റെ ഉത്തരം 243, ഇതിൻ്റെ ഉത്തരം 256. അപ്പം എക്സ് പ്ലസ് 1 ആണെങ്കിൽ എന്താണോ ബേസ് അതുകൊണ്ട് ഗുണിക്കുക. എക്സ് മൈനസ് 1 ആണെങ്കിൽ എന്താണോ ഇവിടെ ഉള്ള നമ്പർ, ബേസ് ആയിട്ടുള്ള നമ്പർ, അതുകൊണ്ട് എന്ത് ചെയ്യുക? മൈനസ് ആണെങ്കിൽ ഡിവിഷനും പ്ലസ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും ചെയ്യുക. സോ ഇതും അപ്പടി ടെക്സ്റ്റിൽ നിന്ന് വലിച്ച ചോദ്യമാണ്. നമ്പർ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അതേ പാറ്റേൺ ചോദ്യമാണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ പഞ്ചഭുജം. പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ 5 സൈഡുള്ള ഫിഗറാണ്. നവഭുജം എന്ന് പറഞ്ഞാൽ 9 സൈഡുള്ള ഫിഗറുമാണ്. ഇത് 5 സൈഡ്, ഇത് 9 സൈഡ്. അപ്പോൾ ആ പേരുകൾ ഓർത്ത് വെക്കുക. ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം 5 സൈഡ്, ഷഡ്ഭുജം 6 സൈഡ്, അങ്ങനെ 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 പഠിക്കുക. സപ്തഭുജം, അഷ്ടഭുജം, നവഭുജം, ദശഭുജം. ആ കൃത്യമായ ഒരു ഓർഡറിൽ പേരുകൾ പഠിക്കുക. ഒന്നുകൂടെ പറയാം. പഞ്ചഭുജം 5 സൈഡ്, ഷഡ്ഭുജം 6, സപ്തഭുജം 7, അഷ്ടഭുജം 8, നവഭുജം 9, ദശഭുജം 10 സൈഡാണ്. അപ്പോൾ ഈ പഞ്ചഭുജത്തിൻ്റെ വശങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണെന്ന് നോക്കാം. വശങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ ത്രികോണത്തിൽ 180 ആണ്. 4 സൈഡ് ആകുമ്പോൾ ഒരു 180 കൂടും, 360 ആവും. 5 സൈഡ് ആകുമ്പോൾ 540 ആണ് തുക വരിക. വശങ്ങളുടെ തുക 540. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, n-2 × 180. ഇങ്ങനെയും ചെയ്യാം. n വശങ്ങളുടെ എണ്ണം. ഇപ്പോൾ പഞ്ചഭുജത്തിലെ തുകയാണ് 540. ഇപ്പോൾ ഈ 540യും 108ഉം തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. അങ്ങനെയാണ് 108 വന്നിട്ടുള്ളത്. നമ്മൾ 540യെ 5 കൊണ്ട് 5 സൈഡാണ്, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 108 ആണ്. അങ്ങനെയാണ് 108 വന്നിട്ടുള്ളത്. അതായത് അതിൻ്റെ കോണുകളുടെ തുക ഡിവൈഡഡ് ബൈ വശങ്ങളുടെ എണ്ണം. എല്ലാ കോണുകളും തുല്യമാണ് എന്നുള്ള രീതിയിൽ കാണുകയാണ്. 108 ഡിഗ്രി അങ്ങനെയാണ് വന്നത്. അപ്പം നവഭുജത്തിൻ്റെ അങ്ങനെ ചെയ്യുമ്പോൾ നവഭുജത്തിൻ്റെ നമ്മുടെ ടോട്ടൽ എടുക്കുമ്പോൾ 7 × 180 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. 7 വരാൻ കാരണം n-2, നവം 9 ആണ്. അപ്പം 7 × 180 ഡിവൈഡഡ് ബൈ 9 എന്നാണ് വരിക. ഒരു ഇത് കിട്ടുമ്പോൾ അപ്പം നമുക്ക് എത്രയാണ് വരിക? 140. അപ്പോൾ ഒരു ഇങ്ങനെയുള്ള ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n-2 × 180 ഡിഗ്രി. ഇത് തുക ഫുള്ളായിട്ട് കാണാനാണ്. ഇവിടെ ആ തുകയെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആയി ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. 540/5 108 ഇവിടെയും. അപ്പം അതേപോലെ ഇവിടെ മൊത്തത്തിലുള്ള തുകയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ 140 ആണ്. ഇവിടെ വരുന്നത് 140 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി എന്ന് വരും.
ഓപ്ഷൻ ഡി 140 ഡിഗ്രി എന്ന് വരും. അടുത്തത് 2, 8, 32. അപ്പോൾ എന്താണ്, ആദ്യം ഇൻറ്റു 4 ചെയ്തു, പിന്നെയും ഇൻറ്റു 4, അപ്പോൾ ഇനിയും ഇൻറ്റു 4 ആയിരിക്കും, 128 എന്ന് വരും. 2 × 4 8, 8 × 4 32, 32 × 4 128 സീരീസ് പോകും, ഗുണിക്കുന്ന സീരീസാണ്. അടുത്തത് 1/3.2 0.3125 ആണ്. 1/0.032 അപ്പം എത്രയാവും എന്നുള്ള ചോദ്യമാണ്. അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ 2 പാർട്ട് ഉണ്ട്, ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ എന്താ മാറ്റം വരുത്തിയത് നോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ വരുത്തിയ മാറ്റം, ഈ 3.2 ഉള്ളതിൻ്റെ പോയിന്റ് 2 ലെഫ്റ്റിലോട്ട് നീങ്ങി. അതായത് ഇവിടെ 1 ദശാംശ സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ, അത് അപ്പുറത്തെത്തിയപ്പോൾ 3 ദശാംശ സ്ഥാനമായി. ഇപ്പം 2 പോയിന്റ് കൂടി, അതായത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്നാണ് ഉദ്ദേശം. അപ്പോൾ അതേപോലെ നമ്മൾ ഇതിനെയും 100 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും, എന്നാലേ നമുക്ക് ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ 0.01 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എങ്ങനെ വേണമെങ്കിലും കാണാം. 3.2 ഉള്ളതിനെ നമ്മൾ 0.01 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 0.032 വന്നത്. അപ്പോൾ ആ ഡിവിഷൻ താഴെയാണ് നമ്മൾ ചെയ്തത്, ഈ നമ്പറിൻ്റെ താഴെയാണ് ചെയ്തത്. അപ്പം അതേപോലെ ഇവിടെ കിട്ടിയ ഉത്തരത്തിൻ്റെ താഴെ നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. അപ്പം ഇത് മേലെ ഉണ്ട്, ആ ഉത്തരത്തിൻ്റെ താഴെ ഞാനിത് എഴുതി, കാരണം അവിടെ താഴെ ഒന്നുമില്ലായിരുന്നു. അപ്പം അത് ഗുണിച്ചപ്പോൾ അത് താഴെ വന്നു. ഇവിടെ വരുത്തിയ മാറ്റം എന്താണോ ഇതിൽ വരുത്തിയ അതേ മാറ്റം ഇവിടെയും കൊടുത്തു. അപ്പം ഇനി ഇതിൻ്റെ ഉത്തരം എത്ര ആവും? മേലെ 4 സ്ഥാനം, താഴെ 2 സ്ഥാനം. അപ്പോൾ ഉത്തരത്തിൽ എത്ര ഉണ്ടാവുള്ളൂ? 31.25 വരും. 31.25 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഈ ഡിവിഷൻ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് വഴി ചെയ്യാം. മേലെ 4 സ്ഥാനം, താഴെ 2 സ്ഥാനം. അപ്പോൾ താഴെ ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം എടുക്കുമ്പോൾ 31.25 എന്ന് വരും. അപ്പം എന്താ ചെയ്തത് നോക്കുക. ഇവിടെ വരുത്തിയ അതേ, ഇവിടെ ഇതിലേക്ക് എത്താൻ വരുത്തിയ അതേ മാറ്റം ഇവിടെയും ചെയ്യാം. നമ്മൾ താഴെയാണ് ഗുണിച്ചത്, അതുകൊണ്ട് ഉത്തരത്തിൻ്റെ താഴെ 0.01, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം 3.2 ഡിവൈഡഡ് ബൈ 100 ആണ് എന്ത്? 0.032. അപ്പോൾ ഇവിടെ അതിൻ്റെ താഴെ, ഇതിൻ്റെ മൊത്തത്തിൽ താഴെ ഒരു 100 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് മേലോട്ട് പോകും, തിരിച്ച് മേലോട്ട് പോകും. അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഉത്തരത്തിലേക്ക് എത്തും. ഇതാണ് ഏറ്റവും നല്ലത്. ഇതുകൊണ്ട് ഗുണിച്ചു എന്നുള്ള രീതിയിൽ നോക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ ചെയ്തു വരുമ്പോൾ 31.25 എന്ന ഉത്തരം കിട്ടും. 99ാമത്തെ ചോദ്യം നോക്കുക. ഇവിടെ 1 ലൈന്, ഇവിടെ 2 ലൈന്, ഇവിടെ 3 ലൈന്. അപ്പോൾ അടുത്തതിൽ 1, 2, 3, അടുത്തതിൽ 4 ലൈനായിരിക്കും. അപ്പോൾ 4 ലൈന് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇതാണ് ഉത്തരം. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം, ഇത് 90 ഡിഗ്രി ഇങ്ങോട്ട് റൊട്ടേറ്റ് ആയി, അടുത്തതിൽ ഇങ്ങോട്ട് റൊട്ടേറ്റ് ആയി. അപ്പോൾ അടുത്തതിൽ നേരെ തിരിഞ്ഞു വരും, ഇങ്ങനെ വരും. അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കിയാലും മതി. 1, 2, 3 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവാണ് ക്ലോക്ക് വൈസ് ആയിട്ട്. സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതൊരു മെൻ്റൽ എബിലിറ്റി ലോജിക്കാണ് ചെയ്യേണ്ടത് അവിടെ. അടുത്തത് 25 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതൊരു മിശ്രഭിന്നമാണ്. ഇതിനെ മാറ്റാൻ 2 വഴിയുണ്ട്. മിശ്രഭിന്നത്തിനെ നേരിട്ട് സ്ക്വയർ എടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ആ മിശ്രഭിന്നത്തിനെ എന്താക്കുക, 25 1/2നെ ഒരു വിഷമ ഭിന്നമാക്കാം. അപ്പം ഇത് മാറ്റുമ്പോൾ 51/2 എന്ന് വരും. 51/2ൻ്റെ സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പം 51ൻ്റെ സ്ക്വയർ കാണുമ്പോൾ 2601 എന്ന് വരും. 2601/4. അപ്പം അത് ഡിവൈഡ് ചെയ്ത് നോക്കുക. 2601/4 ചെയ്യുമ്പോൾ 651/4 എന്ന് കിട്ടും. 4 650 × 4 0 5 4 20 ബാക്കി 2 26. ഓക്കെ, ഇങ്ങനെ വരും. ഇതിനെ 51ൻ്റെ സ്ക്വയർ ഇതാണ്, 2ൻ്റെ സ്ക്വയർ ഇതാണ്. അതിനെ തിരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും മിക്സ്ഡ് ആക്കാം. 2601/4നെ വീണ്ടും ഡിവൈഡ് ചെയ്തൊരു മിശ്ര ഭിന്നമാക്കാം. ആ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേണേൽ നോക്കാം. 2601 ഡിവൈഡഡ് ബൈ 4. 26 6, 24, 20 5. 20 5 ആകുമ്പോൾ 5 പോയി. പിന്നെ നമുക്ക് ഒരു ശിഷ്ടം 1 ഉണ്ട്, ഇവിടെ ഒരു 0 വന്നു. 650/1/4. 650/1/4. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു മെത്തേഡും കൂടെ ഉണ്ട്. a+b ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലും എഴുതാം. അതായത് 25 1/2 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 25 + 1/2 എന്നാണ്, അല്ലേ? മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യ പ്ലസ് ഭിന്നമാണ്.
അപ്പോൾ ഈ രീതിയിൽ സോൾവ് ചെയ്യുമ്പോൾ ഇത് 25 സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുമ്പോൾ 2 × 25 × 1/2 2 × 25 × 1/2 2ab. അപ്പോൾ 2 × 2 വെട്ടി. അപ്പോൾ 625 പ്ലസ് 25 പ്ലസ് 1/2ൻ്റെ സ്ക്വയർ 1/4. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ 680 പ്ലസ് 1/4 ഇതിലേക്ക് എത്തും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അതിലേക്ക് വേണമെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ സാധാരണ ഒരു മിശ്രഭിന്നത്തിൻ്റെ സ്ക്വയർ എടുക്കണമെങ്കിൽ അതിനെ വിഷമഭിന്നം ആക്കണം. വിഷമഭിന്നത്തിൻ്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് തിരിച്ച് ഉത്തരത്തിന് വീണ്ടും മിശ്രഭിന്നത്തിലേക്ക് തന്നെ മാറ്റാം. നേരിട്ട് സ്ക്വയർ ചെയ്യാൻ പറ്റൂല മിക്സഡ് ഫ്രാക്ഷൻ. ആ ഒരു പോയിന്റാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ 20 ചോദ്യങ്ങൾ അത്യാവശ്യം കനുള്ള ചോദ്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അതുപോലെ SCERT ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സോൾവിങ് സെക്ഷനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള സോൾവിങ് സെക്ഷൻസ് വീണ്ടും വേണമെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. നമ്മൾ വീണ്ടും മറ്റൊരു സോൾവിങ് സെഷനായിട്ട് കാണാം. താങ്ക് യു.